ஐயா வணக்கம். டேய், எம்ஜிஆரை பார்த்துருக்கேன், சிவாஜியை பார்த்துருக்கேன், ரஜினியை பார்த்துருக்கேன், கமலை பார்த்துருக்கேன். ഉന്ന മാതിരി ഒരു നടികരെ ഞാൻ பார்த்தതേ ഇല്ലടാ എന്നാണ് സത്യം പറഞ്ഞ് എനിക്ക് ഈ പ്രകാശ് രാജപ്പനോട് പറയാനായിട്ട് തോന്നുന്നത്. എടാ, എത്ര കാലം നീ ഇങ്ങനെ നക്കി തിന്ന് ജീവിക്കൂടാ എന്ന് എനിക്ക് ഇവനോട് ചോദിക്കാനുണ്ട്. അല്ല, 10 പറയണം, ഇവനെ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, അതുകൊണ്ട് പറയാണ്. അഹങ്കാരം കൊണ്ടു പറയല്ലടാ പട്ടീര മോനെ എന്ന് നമ്മുടെ കിലുക്കത്തിൽ ഇന്നസെൻറ്റ് നമ്മുടെ തിലകനെ നോക്കി വിളിക്കുന്നത് പോലെ ഇവനെ 10 പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, ധർമ്മസ്ഥല എന്ന് പറയുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ധർമ്മസ്ഥല എന്താണ്? ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു പോർഷനാണ്, ഒരു അമ്പലമാണ്, ഒരു ആശ്രമമാണ് ആ ഒരു പോർഷൻ. ഈ പോർഷനിൽ, അത് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് 100ഓളം സ്ത്രീകളെ അവിടെയുള്ള ആ ആശ്രമത്തിലുള്ള ആൾക്കാർ ബലാത്സംഗം ചെയ്ത് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന വലിയൊരു ആരോപണം അവിടെ വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കേട്ടതും സടകൊടഞ്ഞെഴുന്നേറ്റു ഓടി ധർമ്മസ്ഥലയിൽ പോയി. അല്ല, ഈ ഹിന്ദുക്കളെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവർ പാഴാക്കില്ലല്ലോ. അത് നമുക്കെല്ലാവർക്കും അറിയാം. മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ പറ്റില്ല, കാരണം കഴുത്തിന് മീതെ തല കാണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവരവിടെ ഓടിച്ചെന്നിട്ട് ഈ ആരോപണം ഉന്നയിച്ച ആളെ കണ്ടുപിടിക്കുന്നു, അവിടെയുള്ള ജനങ്ങളുടെ ബൈറ്റെടുക്കുന്നു. അവിടെയുള്ള ജനങ്ങളും ഇല്ലാത്തവരും നാസ്തികന്മാരും യുക്തിവാദികളും എല്ലാം അവിടെ തടിച്ചുകൂടുന്നു. ഒരു വലിയ പ്രതിഷേധത്തിന് അവിടെ കളമൊരുങ്ങുന്നുണ്ട്. ഈ ധർമ്മസ്ഥലയിൽ അവിടെ ഈ ആൾക്കാരെ, അതായത് ഇവിടെ സ്ത്രീകളെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആൾ ആരാണ് എന്നതിനെക്കുറിച്ച് അപ്പോഴും വലിയ വ്യക്തതയൊന്നുമില്ല. ഇയാളെ പോലീസ് പിടികൂടുന്നു. ഇയാൾ പറയുന്നു, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഒരു തലയോട്ടി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് കൊണ്ടുതരാം, അമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇയാൾ ആ തലയോട്ടി പോലീസിന് കൊണ്ടുകൊടുക്കുന്നു. പോലീസിന് കൊണ്ടുകൊടുത്തപ്പോൾ അവസാനം എന്താ, ഈ സത്യം പറഞ്ഞാൽ 1994 മുതൽ 2002 വരെ അല്ലെങ്കിൽ 2004 വരെ അതിനകത്ത് വലിയ രീതിയിലുള്ള അട്രോസിറ്റീസ് നടക്കുന്നുണ്ട്. ഈ തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ സ്ത്രീകളെ നടന്നു പോകാൻ സമ്മതിക്കില്ല. നടന്നു പോകുന്ന സ്ത്രീകളെ അവിടെയുള്ള ആർക്കെങ്കിലും കാമം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പിടിച്ചെടുത്തുകൊണ്ട് പോയി തുണിമണിയെ കഴിച്ച് പീഡിപ്പിച്ച് കടിച്ച് നെലിച്ച് കൊന്ന് അവിടെ കുഴിച്ചു മൂടും. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു. കേരളത്തിൽ നിന്നും പണ്ട് കാണാതെ പോയ സ്ത്രീകളുടെ അച്ഛനമ്മമാർ പോലും അവിടെ എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുന്നു. അതായത് എൻ്റെ കുട്ടി ഇവിടെ ഉണ്ടോ എന്നറിയാനുള്ള ആ ഒരു വ്യഗ്രതയൊക്കെ ഇങ്ങനെ പാലിക്കുന്നുണ്ട്. അത് പിന്നെ അവർക്ക് കിട്ടിയ ഒരു കച്ചി തുരുമ്പാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല, അവിടെയുള്ള MP-മാർക്കും MLA-മാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്ക കെൽപ്പുള്ള ആൾക്കാരാണ്. അതാണല്ലോ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വില്ലനെ അവതരിപ്പിക്കുകയാണ്. ആ വില്ലനെ അവതരിപ്പിക്കുമ്പോൾ ആ വില്ലന് ഇൻഫ്ലുവൻഷ്യർ പവർ വേണം. ആ വില്ലൻ എന്ത് ചെയ്യണം? ആ വില്ലന് ഇൻഫ്ലുവൻഷ്യർ പവർ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ CJPയുടെ പ്രൊട്ടസ്റ്റ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കും, ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറ്റം പറഞ്ഞത് ഏതെങ്കിലും BJP നേതാക്കന്മാരാണോ? അല്ല. BJPയുടെ ഏതെങ്കിലും അനുഭാവികളാണോ? അല്ല. ഇന്ത്യൻ യൂത്തിനെക്കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ യൂത്തിനെക്കുറിച്ച് ഇവിടെയുള്ള വലിയ മഹർഷിമാരെ പറഞ്ഞിരിക്കുന്നത് യൂത്ത് ആർ caredless, not careless. They are useless, not useless എന്നാണ് വലിയ ഹിന്ദുക്കളുടെ വലിയ ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ സൂര്യകാന്തിന് മുമ്പിൽ ഒരു പെറ്റീഷൻ എത്തുന്നു. ആ പെറ്റീഷൻ്റെ ഭാഗമായിട്ട് ആ പെറ്റീഷനിലുള്ള ആൾക്കാരെ ഇവനൊക്കെ പാറ്റകളെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസിനെതിരെ വല്ല BJP നേതാക്കൾ വല്ലതും സുപ്രീം കോടതി ജസ്റ്റിസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ പുകില് നമുക്കറിയാം. പക്ഷേ സുപ്രീം കോടതി ജസ്റ്റിസിനെതിരെ ഇവന്മാർ രംഗത്തെത്തുന്നു. അപ്പോൾ ഒരു ഗുമ്മില്ല, ഒരു ഇൻഫ്ലുവൻഷ്യൽ പവറില്ല സുപ്രീം കോടതി ജസ്റ്റിസ്. അതിലൊരു നിഷ്പക്ഷതയുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഇത് BJPയുടെ തലയെ കൊണ്ടുപോയിക്കുക. എന്നിട്ട് അവിടെ നിന്ന് സുപ്രീം കോടതി ജഡ്ജിയുടെ നേരെ യുവാക്കളുടെ ഇടയിലേക്ക് എത്തുന്നു, BJP അനുഭാവികളിലേക്ക് എത്തുന്നു. ശൂലം ഭ്രൂണം ഗർഭിണി ഇങ്ങനെ വന്ന് അവസാനം അത് നരേന്ദ്രമോദിയുടെ തലയിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഇവിടെയുള്ള യുവാക്കളെ മൊത്തം പാറ്റകളെന്ന് വിളിച്ചത് എന്ന രീതിയിൽ ഇവന്മാർ ആ സാധനത്തിനെ കൊണ്ടുവന്ന് അവസാനം സത്യം പറഞ്ഞാൽ ഈ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടല്ലോ, ഇവന്മാർ അവിടെ വന്നിരുന്ന അഭിജിത്ത് ദീപ്തിയൊക്കെ അവിടെ വന്ന് ഇറങ്ങിയതാണ്. 39 ഡിഗ്രി ചൂടാണ്. ഇവ ഉരുവിപ്പോയി അവിടെ നിന്നുകൊണ്ട്. 75ാമത്തെ വയസ്സിൽ 2024 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് റാലി നടത്തണം. 75 വയസ്സാണ്, കിഴവനാണ്. അങ്ങേര് റാലി നടത്തുകയാണ്. ആ സ്കോർച്ചിങ് സണ്ണിൽ, ആ ചൂട് പിടിച്ച അന്തരീക്ഷത്തിൽ റാലി നടത്തുകയാണ്. ആ റാലി നടത്തുന്നത് ഒരു ദിവസം ഒരു റാലിയല്ല, 7-8 റാലികൾ നടത്തുകയാണ്. അങ്ങനൊരു മനുഷ്യനോടാണ് നീയൊക്കെ മുട്ടാൻ വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു മോനെ മുട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ നീയൊക്കെ ഇനി എന്തൊക്കെ ആരോപണവും അങ്ങേർക്കെതിരെ കൊണ്ടുവന്നാലും സത്യം പറഞ്ഞാൽ നിൻ്റെയൊക്കെ അണ്ടം വലിച്ച് കീറിപ്പോണം, അല്ലാതെ അങ്ങേർക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം.
അങ്ങനെ ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ധർമ്മസ്ഥലയിലുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. യവനെ അവസാനം പോലീസ് എന്ത് ചെയ്യുന്നു, നീ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ട് 22 ജൂൺ 2025 അഭിഭാഷകരെല്ലാം കൂടെ പോയി ഇവനെ കാണുന്നു. അവിടുത്തെ മുൻ തൊഴിലാളി കൂടെയാണ് അവൻ. അപ്പോൾ പിന്നെ പറയുന്നതിൽ ഒരു ആധികാരികത കാണുമല്ലോ. അങ്ങനെ പോയി കാണുന്നു, എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു തരുമെന്ന് പറയുന്നു. തനിക്ക് കല്ലറ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാൻ പറ്റും എന്നിവൻ പറയുന്നുണ്ട്. 3 ജൂലൈ 2025 ഇവൻ ഔദ്യോഗികമായിട്ട് പോലീസിൽ പരാതി നൽകുന്നു. 4 ജൂലൈ 2025 FIR രജിസ്റ്റർ ചെയ്യുന്നു. ആരോപണങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നു. 10 ജൂലൈ 2025 പരാതിക്കാരന് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ നൽകുന്നു. അതും ഒരു, അതായത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അടുത്ത പ്രയോഗിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടെ പറഞ്ഞാൽ ശുഭമാണ്. ഈ കേരളത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പറയുന്ന കുറേ കേട്ട് വാണാലുകളുണ്ട്. എടാ മോദി നിന്നെ ഒന്ന് ശ്രദ്ധിക്കണില്ല. ഇവിടെ BJP-ക്കാർ പോലും നിന്നെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അത്രയ്ക്ക് വിലയുള്ളൂ, പട്ടിയുടെ വിലയുള്ളൂ നിനക്കൊക്കെ, അത് മനസ്സിലാക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത നീയൊക്കെ അവിടെ കിടന്ന് പറയണം മോദി എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്, ഉണ്ടയാണ്. ഇടയ്ക്കിടയ്ക്ക് അവന്മാരെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ അൽഗോരിതം അടിച്ചു പോകുമ്പോൾ അവൻ പറയും കണ്ട ഞാൻ മോദിക്കെതിരെ വിമർശിച്ചപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം മോദി തൂക്കി എന്നൊക്കെ പറയും. എടാ കേട്ട് വാണാലുകളെ, എടാ മുറട്ട് കാളകളെ, നിൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാനും കുറേ കാലമായിട്ട് ഇതിനകത്ത് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, എനിക്കറിയാം. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ യൂട്യൂബിൽ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. മനസ്സിലായില്ലേ? നരേന്ദ്രമോദി 15 ലക്ഷം തരാമെന്ന് പറഞ്ഞ് തന്നില്ല എന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഒരു ഫാൾസ് ഇൻഫർമേഷനാണ്, പണ്ടേ പൊളിഞ്ഞടിങ്ങിപ്പോയി. അത് യൂട്യൂബ് എന്ത് ചെയ്യും, എടാ ഇവൻ കള്ളത്തരം പരത്തുന്നു എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്യും, അടിച്ച് ഇറക്കി വിടും. എന്നിട്ട് നിനക്കൊക്കെ ബാൻ അടിച്ച് തരും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വലിയ ചോരയും മറ്റേ തീയും ബ്ലഡും എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. മറ്റേ മണ്ട അടിച്ച് പൊട്ടിക്കണം എല്ലാം എടുത്ത് കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷനാണ്. അത് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അമ്മച്ചിയാണ് ഇത് തൂക്കും, ഇൻസ്റ്റാഗ്രാം തൂക്കും. പിന്നെ കലാപത്തിന് ആഹ്വാനം ചെയ്താൽ ഇൻസ്റ്റാഗ്രാം തൂക്കും. വെറുതെ ഇരിക്കണം നീയൊക്കെ ചുമ്മാ ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്തിട്ട് പോകും, ഇൻസ്റ്റാഗ്രാം അത് തൂക്കും. ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ അതിൻ്റെ വയലേഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ ചിന്നയ്യ എന്ത് ചെയ്യുന്നു, അയാൾക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞ ശേഷം എന്തായി, 11 ജൂലൈ 2025 കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഇയാളുടെ കയ്യിലുള്ള അസ്ഥിഭാഗങ്ങൾ തെളിവായിട്ട് ഹാജരാക്കുന്നു. കർണാടക സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് വുമൻ സ്വമേധയാ കേസ് ശ്രദ്ധയിൽപ്പെടുത്തി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കുന്നു. സംസ്ഥാനതല അന്വേഷണം ആരംഭിക്കുന്നു. പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയ 13 സ്ഥലങ്ങൾ ഇവൻ ചൂണ്ടിക്കാട്ടിയ പ്രദേശത്ത് ഇവൻ പറയുന്ന സമയത്ത് ഇവൻ പറയുന്ന ആഴത്തി കുഴിച്ചു നോക്കി. ഒരു പിണ്ണാക്കം കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ഭാഗങ്ങൾ അവിടെ കുഴിച്ചു നോക്കി, ഒന്നും കിട്ടിയില്ല. ഒരു കാര്യം ആലോചിച്ചു, ഒരു പുണ്യ പരിഭാവനമായിട്ടുള്ള സ്ഥലം. നാളെ ഒരുത്തം വന്ന് ആരോപണം ഉന്നയിക്കുകയാണ്, ശബരിമലയുടെ അടിയിൽ 100 മൃതദേഹങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുഴിക്കാൻ വന്ന എന്തായിരിക്കും അവസ്ഥ? 18-ാം പടിക്കടിയിലാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? അവിടെ വന്നു കഴിഞ്ഞാൽ ഭക്തജലകം, വലിയ കലാപം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും, മതസ്പർദ്ധ ഉണ്ടാകും എന്നറിയാം. പക്ഷേ ഇവിടെയാണ് ഹിന്ദുക്കളുടെ ആ കൃത്യമായിട്ടുള്ള സഹിഷ്ണുത എന്ന് പറയുന്നത്. അവർ ആരാധിക്കുന്ന ഒരു സ്ഥലം, അതിനെക്കുറിച്ചൊരു ആരോപണം വരുന്നു, കുഴിച്ചു നോക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഏതെങ്കിലും പള്ളിക്കടിയിലാണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ പള്ളിയും പോട്ടെ, അമ്പലവും പോട്ടെ, സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രി VD സതീശൻ ഇരിക്കുന്ന ആ റൂമിൻ്റെ അടിയിൽ വരുണിനെ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അത് മാന്താൻ ചെന്നാൽ മുഖ്യമന്ത്രി തലയെ കൊട്ടി ഒട്ടിച്ചേരും, അല്ലെങ്കിൽ ചെറിയ കുത്തി കീറിക്കളയും. അങ്ങനത്തെ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ആ സ്ഥലത്താണ് അവിടെയുള്ള ആൾക്കാർ കുഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അവിടെ ആ ഇമോഷൻസൊക്കെ എന്താണ്, ഇമോഷൻസൊക്കെ അവിടെ നിന്നോട്ടെ, രാജ്യമാണല്ലോ വലുത്, നിയമമാണല്ലോ വലുത് എന്ന് പറഞ്ഞ് കുഴിച്ചു നോക്കുകയാണ് ചെയ്തത്. ഒരു പിണ്ണാക്കും കിട്ടിയില്ല. അവസാനം എവനെ എടുത്തൊന്ന് കുടഞ്ഞു. അപ്പോൾ സത്യം പുറത്തു വന്നു. എവനെ എടുത്ത് കുടഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത് ഇവൻ്റെ കയ്യിലുള്ള അസ്ഥികൂടം പരിശോധിച്ചു. ഇത് സ്ത്രീയുടേതാണെന്ന് പറഞ്ഞു. അല്ല, അത് പുരുഷൻ്റെ അസ്ഥികൂടമായിരുന്നു. പരിശോധനയിൽ അത് തെളിഞ്ഞു. അത് മരിച്ചിട്ട് ഇത്ര കൊല്ലമേ ആയിട്ടുള്ളൂ, അതായത് നൂറ്റാണ്ടുകളൊന്നും പഴക്കമുള്ള അസ്ഥികൂടമല്ല, മരിച്ചിട്ട് ഇത്ര നാളെ ആയുള്ളൂ. അവസാനം ഇവനെ എടുത്തൊന്ന് കുടഞ്ഞപ്പോൾ ഇവൻ സത്യം പുറത്ത് പറഞ്ഞു. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ഇവൻ പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. അതിലൊരു പേരാണ് നമ്മുടെ പ്രകാശ് രാജപ്പൻ. ഇവന് ഹിന്ദു എന്ന് കേട്ട ഇവൻ്റെ ആസനത്തിൽ കൂടെ കുന്തം കയറ്റിയതുപോലെയാണ്. ഈ പ്രകാശ് രാജപ്പൻ ഇയാളോട് പറഞ്ഞു, അതായത് ചിന്നയ്യ പറഞ്ഞിരിക്കുന്നതാണ്, ഈ അന്വേഷണത്തിൽ ചിന്നയ്യ ഇവരോട് പറഞ്ഞ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആ മറ്റവനും നോട്ടീസായി എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രകാശ് രാജ് 1/2 കോടി രൂപയാണ് ഇയാൾക്ക് വാഗ്ദാനം നൽകിയത്. 1/2 കോടി രൂപ തരാം, ഇങ്ങനെ അതിൻ്റെ അടിയിൽ സംഭവങ്ങളുണ്ടെന്ന് തട്ടിവിടുന്ന പ്രകാശ് രാജ് പറഞ്ഞത്. കലാപമുണ്ടാക്കാൻ രാജ്യത്തെ ശ്രമം, ഹിന്ദുക്കളുടെ വികാരത്തെ ഇളക്കിവിടാൻ ശ്രമം, വികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമം, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അമ്മച്ചിയാണ് പൊന്നു മോനെ നിനക്കെതിരെ വരും. ഇവൻ ഇത് കണ്ട്, അതായത് ഇവൻ ഈ സംഭവം വന്നപ്പോൾ ഇവൻ ബാംഗ്ലൂരുവിൽ പാറ്റാ പാർട്ടിയുടെ പ്രതിഷേധത്തിലേക്ക് ഓടിത്തള്ളിയിരിക്കുകയാണ്. ഇന്നലെ വരെ പാറ്റാ പാർട്ടിയെ കുറ്റം പറഞ്ഞവനാണ്. പാറ്റാ പാർട്ടിയുടെ പ്രതിഷേധം ഇനി നാളെ എങ്ങാനും
ഇവനെ അവിടെ വെച്ച് വല്ലതും അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവൻ പറയും, ഞാൻ പാർട്ടിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്യാമെന്നിരിക്കുന്നത്. ഇവൻ പറയണ മുറട്ട് കാളെ, നിനക്ക് നാണം ഉണ്ടാ, മാനം ഉണ്ടാ, അല്ലവലാതി എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ലാതെ ഇവനൊക്കെ എന്തിന് പറയാനാണ്? ഇവൻ്റെയൊക്കെ തലയെ കൊട്ടി ഈ രാജ്യത്ത് നിന്ന് എടുത്ത് കളയാനുള്ള സമയം കഴിഞ്ഞ് കഴിഞ്ഞു. ഇവൻ്റെ തല മുണ്ടനം ചെയ്ത് അതിൽ പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റി വല്ല അഫ്ഗാനിസ്ഥാനിലോട്ടും പറഞ്ഞേക്കണവനെയൊക്കെ, അല്ലാതെ രാജ്യം രക്ഷപ്പെടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇവ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. കേസിലെ 1-ാം പ്രതിയാണ് ഈ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ധർമ്മസ്ഥലയിൽ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ വേട്ടാവളിൻ്റെ പുറകെ പോയി ഒരുത്തനുണ്ടായിരുന്നു ഇവിടുത്തെ, അത് നമ്മുടെ നാട്ടിലെ ലോറി ഉടമ മനാഫ്. നമ്മുടെ ഗംഗാവലിപ്പുഴയിൽ ഒഴുകിപ്പോയ ആ ചെറുപ്പക്കാരൻ്റെ പുറകെ നടന്ന് യൂട്യൂബിൽ വ്യൂസ് കൂട്ടി അവസാന തേഞ്ഞ് വാരി തിരിച്ചു വന്ന് നല്ലൊരു ഉണക്കത്തെങ്ങ് കണ്ടപ്പോൾ ചാടി പിടിച്ചതാണ് ലോറി ഉടമ മനാഫ്. അവനെ തൂക്കിക്കൊണ്ടുപോയി, അവനെ അള്ളി കൊണ്ടുപോയി പോലീസ്. അതിനുശേഷം അവൻ ജാമ്യത്തിൽ തിരിച്ചിറങ്ങിയ ശേഷം കമാശിമ എന്നൊരു അക്ഷരം അവൻ മിണ്ടിയിട്ടില്ല. എനിക്ക് നിന്നെ അറിഞ്ഞും കൂടെ ഞാൻ ഈ ഏരിയയിലുള്ളവനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രകാശ് രാജപ്പൻ്റെ അണ്ടം വലിച്ച് കീറും കോടതി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രകാശ് രാജ്, മഹേഷ് ഷെട്ടി, തിമ്മറോഡി, ഗിരീഷ് മട്ടന്നവർ, യൂട്യൂബർ സമീർ തുടങ്ങിയവരാണ് ഈ ധർമ്മസ്ഥല ധർമാധികാരികൾക്കെതിരെ നടത്തിയ ഗൂഢാലോചന. ഇതിനെതിരെയുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു ദിവസം രാത്രി 8 മണിയോടെ ഗിരീഷ് മട്ടന്നവർ പ്രകാശ് രാജിനെ ഫോണിൽ വിളിച്ച് കൈമാറി. തമിഴ്നാട്ടുകാരനായ തന്നോട് പ്രകാശ് രാജ് തമിഴിലാണ് സംസാരിച്ചത്. ഗിരീഷ് മട്ടന്നവരുടെ നിർദ്ദേശപ്രകാരം അധികൃതർ മുന്നിൽ മൊഴി നൽകാൻ പ്രകാശ് രാജ് നിർദ്ദേശിച്ചെന്നും ഇയാൾ പറയുന്നുണ്ട്. ധർമ്മസ്ഥലയ്ക്കെതിരെ വൻ ഗൂഢാലോചനയാണ് നടന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ഗൂഢാലോചനയ്ക്ക് ഫണ്ട് എത്തിയിട്ടുണ്ട്. ഈ ഫണ്ട് ഭൂരിഭാഗവും കേരളത്തിൽ നിന്നാണ് എത്തിയത് എന്നും ഇയാൾ തത്തയല്ല താറാവ് പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചിത്രദുർഗ സ്വദേശി രാമനാഗരാജ എന്നയാളുടെ പണമാണ് എത്തിയത്. ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയതിൻ്റെ വിശദാംശങ്ങളും ചിന്നയ്യ രേഖകളിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും 200 കോടി അടുപ്പിച്ചുള്ള ഒരു വലിയൊരു നീക്കമാണ് ധർമ്മസ്ഥലയെ തകർക്കാനായിട്ട് നടന്നതെന്നാണ് ചിന്നയ്യ പറയുന്നത്. എന്തായിരുന്നാലും പ്രകാശ് രാജിനോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. എടാ, മാനം മര്യാദയ്ക്ക് ജീവിക്കണം, കണ്ടവൻ്റെ ആസനം നക്കി ജീവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അല്ല, ഇത് പറയുന്നത് ചില ആൾക്കാർക്ക് ഇതായിട്ട് തോന്നിയാൽ ഇതൊക്കെ വളരെ കുറവാണ്. എൻ്റെ മനസ്സിലുണ്ടല്ലോ, ഇവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും ഞാൻ 10,000 വട്ടം വിളിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതൊന്നും ഇങ്ങനെ ഡീൽ ചെയ്യേണ്ട കേസല്ല. നിയമപരമായി ഇവന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു ട്രോഫി തന്നെ കൊടുക്കണം. അല്ലാതെ ഇതിൽ വേറെ മരുന്നൊന്നുമില്ല. അപ്പം ശരി.